لا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിനെ അതിൻ്റെ യഥാർത്ഥ പ്രമാണങ്ങളിൽ നിന്ന് വക്രതയില്ലാതെ മനസ്സിലാക്കുവാനും ജീവിതാന്ത്യം വരെ ആ പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് തൗഹീദോടുകൂടി മരണപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം പരിപാടികൾ സാധാരണയായി നടക്കുമ്പോൾ ആളുകൾ സംശയിക്കുന്നൊരു കാര്യമുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മുസ്ലിം സമുദായത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കുന്ന അവസ്ഥയല്ലേ ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് സ്വാഭാവികമായും ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. അത്തരക്കാരോട് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, നിങ്ങളിവിടെ നടക്കുന്ന സംസാരങ്ങൾ സാഗൂതം ശ്രദ്ധിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് പാരത്രിക വിജയമാണ്. നമുക്കറിയാം, ആ പാരത്രിക വിജയത്തിന് തടസ്സമുണ്ടാക്കുന്ന വിശ്വാസ ആചാര കർമ്മങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുക, മാന്യമായി ഉപദേശിച്ചു കൊടുക്കുക. ഇത് വിശ്വാസികളായ ആളുകൾ തമ്മിലുള്ള നസീഹത്തിൻ്റെ ഭാഗമാണ്. അതങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിൽ തന്നെ വിശ്വാസികളായ ആളുകളോട് പരസ്പരം നന്മ കൽപ്പിക്കാനും തിന്മ കണ്ടാൽ അത് വിരോധിക്കാനും ജനങ്ങളോടത് തുറന്നു പറയാനും വേണ്ടി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ പഠിപ്പിച്ച
ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സലഫികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാരെയും ആക്ഷേപിക്കാനോ കുത്തിനോവിക്കാനോ ആരെങ്കിലും മനസ്സ് വേദനിപ്പിക്കാനോ മുശിരിക്കാക്കാനോ ഉള്ളതല്ല. പടച്ചറബിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വിശ്വാസത്തിലുള്ള പുടുക്കുത്തുകൾ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തി വിരൽ കടിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. ഇതൊക്കെ കേട്ടില്ല, അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല എന്നൊരു പരാതി പടച്ചറബിൻ്റെ മുമ്പിൽ പറയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് സഹോദരങ്ങളെ ഇത്തരം പരിപാടികളുമായി മുജാഹിദുകൾ രംഗത്ത് വരാറുള്ളത്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ബഹുമാന്യരായ സമസ്തയുടെ സഹോദരന്മാർ കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, 1924 കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന കേരള മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ മതസംഘടന രൂപം കൊടുക്കുകയാണ്. ആ സംഘടനയിൽ നിന്ന് 1926 ആദ്യമായിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്തുപോയി. യഥാർത്ഥത്തിൽ എന്തിനാണ് അവർ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായി കൂട്ടായ ഒരു സംഘടനയിൽ നിന്ന് ആദ്യമായിക്കൊണ്ട് എന്തിനാണ് പുറത്തേക്ക് പോയത്? എന്താണ് അവർക്ക് സമൂഹത്തോട് പറയാനുള്ള ആശയം എന്താണ്? ഇത് കൃത്യമായി അവർ തന്നെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ എന്നല്ല ലോകത്ത് എവിടെയായിരുന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് സംഘടന ഉണ്ടാക്കുന്നതും സംഘടിതമായി പ്രവർത്തിക്കുന്നതും ഇനി ഒറ്റയും തെറ്റിയുമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നതുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സൃഷ്ടികളെ ക്ഷണിക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആളുകളെ വിളിക്കാനാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദമായി പഠിപ്പിച്ചതാണ്. ഖുൽ നബിയെ നിങ്ങൾ പറയണം, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ അടിവരയിട്ട് കൂട്ടിലങ്ങാടിയിലെ ബഹുമാന്യനായ സുഹൃത്ത് സഹോദരന്മാർ ശ്രദ്ധിക്കണം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ഞാൻ എന്നിലേക്ക് ക്ഷണിക്കുന്നു എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. ഞാൻ ഏതെങ്കിലും ഔലിയാക്കന്മാരിലേക്കോ അമ്പിയാക്കന്മാരിലേക്ക് ക്ഷണിക്കുന്നു എന്നല്ല. ഖുൽ നബിയെ നിങ്ങൾ പറയണം, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അലാ ബസീറത്തിൻ, പൂർണ്ണമായ ഉൾക്കാഴ്ചയോടുകൂടി വിജ്ഞാനത്തോടുകൂടി. അത് ഞാൻ മാത്രമല്ല, അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും എല്ലാവരും ക്ഷണിക്കുന്നത് പടച്ചറബിലേക്കാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അതാണ് സലഫികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. വസുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാനൊരിക്കലും ശിർക്ക് ചെയ്യുന്നവനല്ല. അപ്പം അമ്പിയാക്കന്മാർ ക്ഷണിച്ചത് അള്ളാഹുവിലേക്കാണ്. ആ അമ്പിയാക്കന്മാരെ പിൻപറ്റി ജീവിക്കുന്നവരും ക്ഷണിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹു അല്ലാത്ത പടപ്പുകളിലേക്കല്ല. ഇത് വിശുദ്ധ ഖുർആൻ കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചല്ലോ. ഇതിൽ ആർക്കും തർക്കമുണ്ടോ? ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ ആയത്താണിത്. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. അപ്പം അള്ളാഹുവിലേക്ക് വിളിക്കാനും അള്ളാഹുവിനെ വിളിക്കാനുമാണ് ലോകത്ത് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുറുകെ പിടിച്ചാൽ അവനാണ് സിറാത്ത് മുസ്തഖീമിലേക്ക് വഴി നടത്തപ്പെട്ടവൻ. വമൻ യഅ്തസിം ബില്ലാഹ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. അതേ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള സഹോദരന്മാർ അവർ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണോ അതല്ല അള്ളാഹു അല്ലാത്തവരിലേക്കാണോ? ഞാൻ എൻ്റെ സംസാരത്തിൽ ഇവിടെ എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്, അവിടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണ്, ഒരു 10 എണ്ണം ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരത്തിൽ ഞാൻ പറയും. ആ 10 കാര്യങ്ങളും ഏകദേശം 100 വർഷമായല്ലോ നമ്മുടെ സഹോദരന്മാർ സമസ്തയുടെ ആളുകളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ആ 100 വർഷമാകുമ്പോഴേക്കും അവർ എന്താണോ സമൂഹത്തിൽ മുമ്പ് പറഞ്ഞു വച്ചിരുന്നത് അതൊക്കെ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ
അവർക്ക് മാറ്റി തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അവിടെ മൂസ സലാഹി വിശദമായിക്കൊണ്ട് സംസാരിക്കും. അപ്പോൾ ഒന്നാമതായി സമസ്ത എന്തിനുണ്ടാക്കി? വിശുദ്ധ ഖുർആൻ പറയുന്നു പ്രവാചകന്മാർ വന്നതും മുഅ്മിനീങ്ങൾ ക്ഷണിച്ചതും അള്ളാഹുവിലേക്കാണ്. അതേ സമയത്ത് സമസ്ത ആരിലേക്കാണ് ക്ഷണിക്കുന്നത്? ഇത് സമസ്തയുടെ പ്രമേയത്തിൽ നമുക്കാണ് 8-ാം പ്രമേയം 1933 ഫറൂഖിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 6-ാം സമ്മേളനം അംഗീകരിച്ച പാസാക്കിയ 8-ാം പ്രമേയം എന്താണ്? ഞാൻ പറഞ്ഞു സൂറത്ത് യൂസുഫിൽ അല്ലാഹ് പറഞ്ഞു അദ്ഉ ഇലല്ലാഹ്, പ്രവാചകന്മാർ ക്ഷണിച്ചത് അള്ളാഹുലേക്കാണ്. വനമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ക്ഷണിച്ചത് അള്ളാഹുലേക്കാണ്. പക്ഷേ സമസ്തക്കാർ പറയുന്നു മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ജാഹ്, ഹക്ക്, ബറക്കത്ത് എന്നിവ തവസ്സുൽ നേരിട്ട് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, അവരെ നേരിട്ട് വിളിക്കൽ, അവരോട് സഹായത്തിന് അപേക്ഷിക്കൽ. അപ്പോൾ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും, മരിച്ചുപോയ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത് കൊണ്ട് തവസ്സുൽ ചെയ്യുക, അവരെ നേരിട്ട് വിളിക്കുക. റസൂൽ പറഞ്ഞെന്താ? അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹിനെ വിളിക്കും, അള്ളാഹുലേക്ക് വിളിക്കാനും. അപ്പോൾ ഇന്നമാ അദ്ഉ റബ്ബി, എൻ്റെ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനാണ് റസൂൽ അവിടെ വന്നത്. പക്ഷെ സമസ്തക്കാർ പറയുന്നു അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും അവിടെ ഹക്ക്, ജാഹ്, ബർക്കത്ത് കൊണ്ടും അതുപോലെ തന്നെ അവരെ നേരിട്ട് പ്രാർത്ഥിക്കാനും നേരിട്ട് വിളിക്കാനും ഇതിനു വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. എന്നിട്ട് പറയാണ് ഇതിൻ്റെ അവസാനത്തിൽ ഇത് സുന്നികളെയും അല്ലാത്തവരെയും വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡമാണ് ഈ പ്രമേയം. അപ്പോൾ സുന്നികളായ ആളുകളും അല്ലാത്തവരും തമ്മിൽ അവരെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? സുന്നികളായ ആളുകൾ അഥവാ സമസ്തക്കാരായ ആളുകൾ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത് കൊണ്ട് അവരോട് പ്രാർത്ഥിക്കും, അതേപോലെ തന്നെ തവസ്സുൽ നടത്തും, അവരെ നേരിട്ട് വിളിക്കും. ഇത് സഹോദരന്മാരെ, ഇങ്ങനെ ഒരു വിശ്വാസം ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കില്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസമാണോ? അമ്പിയാക്കന്മാരെ നേരിട്ട് വിളിക്കാം, സ്വാലിഹീങ്ങളെ നേരിട്ട് വിളിക്കാം, മരിച്ചുപോയ അമ്പിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും നേരിട്ട് വിളിക്കാമെന്ന ആദർശം, അത് ഇസ്ലാമിൻ്റെ ആദർശമായി ഇവിടെ ചില സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ ആദർശം ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതാരാണ് നിർവഹിക്കേണ്ടത്? ഇവിടുത്തെ അഹ്ലുസുന്നയുടെ വിശ്വാസമുള്ള ആളുകൾ നിർവഹിക്കണ്ടേ? ഇനി മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് വിളിക്കൽ, പ്രാർത്ഥന പടച്ചവനോട് മാത്രമേ പാടുള്ളൂ എന്നത് ഇബ്ലീസിന്റെ വാദമാണ് ചില ആളുകൾ പറയുന്നു. നോക്കൂ നിങ്ങൾ, ഹാഷിം നഈമി എന്ന് പറയുന്ന AP വിഭാഗത്തിൽപ്പെട്ടൊരു പണ്ഡിതൻ വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 37-ാമത്തെ പേജിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. ഇത് മലയാളത്തിൽ എഴുതുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ, സഹോദര അത് തെറ്റാണ്, അത് പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? അതിനാണ് ഈ പരിപാടി. അതല്ലാതെ ആളുകളെ, മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനല്ല. ഒരു വിശ്വാസം പരസ്യമായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ വിശ്വാസം തെറ്റാണെന്ന് പരസ്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിമീങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചില ആളുകൾ പറയല്ലോ, ചെയ്യുന്നവർ ചെയ്തോട്ടെ, അത് ബനൂ ഇസ്രായേൽപ്പെട്ട ആളുകളുടെ സ്വഭാവമാണ്. ലിമ തഈദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും, നിങ്ങൾ എന്തിനാണ് ഈ സബത്തിന്റെ ദിവസം, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുതെന്നുള്ള പറഞ്ഞു. ചില ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടി അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കി. ചില ആളുകൾ പറഞ്ഞു ചെയ്യാൻ പാടില്ല. വേറെ ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അവർ ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാണ് അവരെ ഉപദേശിക്കാൻ പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തവരെയും നിങ്ങൾ എന്തിനാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ അവരെ എന്തിനാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ ആളുകളെയും അല്ലാഹു നശിപ്പിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. തിന്മയെ വിരോധിച്ച ആളുകൾ മാത്രം അല്ലാഹു രക്ഷപ്പെടുത്തി. സഹോദരന്മാർ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. അപ്പം സമസ്ത ഇവിടെ നിലവിൽ വന്നത്, സമസ്ത ഉണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം പഠിപ്പിക്കാനല്ല. അത് അവർ തന്നെ പറഞ്ഞല്ലോ. ഇനി ഒരു സംസാരം നിങ്ങൾ കേട്ടോളൂ. ഒരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണ്, എന്തിനാണ് ഇവിടെ സമസ്ത ഉണ്ടായത്? എൻ്റെ കൂട്ടിലങ്ങാടിയിലെ ബഹുമാന്യരായ സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഇതിനൊക്കെയാണ് മുജാഹിദുകൾ പരിപാടി, ആരെ ആക്ഷേപിക്കാനല്ല. നിങ്ങൾ കേട്ടോളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ
നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഗൗസുൽ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഗൗസുൽ ആലമിനെ യാ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. അപ്പോൾ എന്തിനാണ് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം ഉണ്ടായത്? വളരെ ശാന്തമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിൽ അല്ലാഹ് പറഞ്ഞു എന്താണ്? ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം, ഞാൻ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. ആ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്നിൽ അല്ലാഹ് പഠിപ്പിച്ചു, റസൂലുള്ളാഹിനോട് പറയാൻ വേണ്ടി കൽപ്പിച്ചു. ഇവിടെ ഈ മുസ്ലിയാർ, ഇത് ഔദ്യോഗിക, ഇത് സമസ്തയിൽ അറിയപ്പെട്ട ഒരു മുസ്ലിയാരാണ്. അയാൾ പറയുന്നു, എന്തിനാണ് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം ഉണ്ടാക്കിയത്? ഗൗസുൽ ആലമിനെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ സഹോദരന്മാരെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്താ അള്ളാഹിന്റെ ഖുർആനിലുള്ളത്? മരിച്ചുപോയ അമ്പിയാക്കന്മാരെ വിളിക്കാമെന്നോ വിളിക്കണമെന്നോ വിശുദ്ധ ഖുർആനിലുണ്ടോ? സമസ്തന്റെ ഒന്നാമത്തെ അസ്ലിപ്പതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. ഇതാ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെയാണ് വിളിക്കേണ്ടത്, ഗൗസുൽ ആലമിനെയല്ല. അതുപോലെ തന്നെ മരിച്ചുപോയ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയുമല്ല. വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോളൂ. ഇയാൾ പറഞ്ഞെന്താണ്? ഗൗസുൽ ആലമിനെ വിളിച്ചോ. അല്ലാഹ് പറയുന്നു, ഉദ്ഉനി, അല്ലാഹനെ വിളിച്ചോ. കൂട്ടിലങ്ങാടിക്കാർ തീരുമാനിച്ചോളൂ ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത്. വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, സമസ്ത പ്രഖ്യാപിച്ചിരിക്കുന്നു, ഗൗസുൽ ആലമിനെ വിളിച്ചോ. വഖാല റബ്ബുക്കും, റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോ. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ വിളിക്കുന്നത് തൊട്ട് എന്റെ ഇബാദത്തിൽ ആരെങ്കിലും കിബിർ നടിച്ചാൽ വസയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നരകത്തിൽ പ്രവേശിക്കും. ഗൗസുൽ ആലമിനെ വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹ് പറഞ്ഞ എന്താണ്? അല്ലാഹനെ വിളിച്ചോ. മുസ്ലിങ്ങൾക്ക് തർക്കിക്കാൻ പാടുണ്ടോ? അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു, ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിച്ചാൽ ആ അള്ളാഹുവിന് ഉത്തരം കൊടുക്കും. വയക്ഷിഫു സൂഅ, അതുപോലെ തന്നെ അവന് ബാധിച്ച പ്രയാസത്തിൽ നിന്ന് അവനെ രക്ഷിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹിനെ വിളിച്ചാൽ അള്ളാഹ് ഉത്തരം കൊടുക്കും. ഇവിടെ പറഞ്ഞെന്താ? ഗൗസുൽ ആലമിനെ വിളിച്ചോ. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥത്തിൽ എല്ലാ വിളികൾക്കും അവകാശമുള്ളത് പടച്ച റബ്ബിനാകുന്നു. ഗൗസുൽ ആലമിന് അവകാശമില്ല അല്ലാഹ് പറയാൻ. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥത്തിൽ വിളിക്കപ്പെടാനുള്ള അധികാരമുള്ളത് പടച്ച റബ്ബിന് മാത്രമാകുന്നു. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്ത ആരെ വിളിച്ചാലും, അത് ഗൗസുൽ ആലമാണെങ്കിലും ബദരീങ്ങളാണെങ്കിലും മമ്പറന്തങ്ങളാണെങ്കിലും ഏത് ഹോജരാജാക്കന്മാരാണെങ്കിലും, ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു ഉത്തരവും അവർക്കതിന് നൽകുകയില്ല. അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ. എന്നാൽ സമസ്തപ്പിക്കണം എന്താണ്? ഗൗസുൽ ആലമിനെ വിളിച്ചോ. സഹോദരന്മാരെ, ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കലാണോ? ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നവനേക്കാൾ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ ളലാലത്തിലായവൻ ആരാണുള്ളത്? സമസ്ത എന്താ പറഞ്ഞത്? ഗൗസുൽ ആലമിനെ വിളിച്ചോ. ആ വിളിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? വമൻ അളല്ലു, ഏറ്റവും വഴിപിഴപ്പിച്ചവൻ ആരാണുള്ളത്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, പടച്ച റബ്ബിനെ അല്ലാതെ വിളിക്കാമെന്ന് പറയുന്നവർ, വിളിച്ചോ എന്ന് പറയുന്നവർ, വിളിക്കണമെന്ന് പറയുന്നവരെക്കാൾ ളലാലത്തിൽ ആരാണുള്ളത്? മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം കിട്ടൂല. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കും, പരലോകത്തുനിന്ന് വിളിക്കും. സൂറത്ത് കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ, പരലോകത്തുനിന്ന് വിളിക്കുന്ന. പക്ഷേ ലാ യസ്തജീബൂന ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധരാണ്. അവരങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ആ വിളിയെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ്. ഇതിനാണ് യഥാർത്ഥത്തിൽ സമസ്ത ഇവിടെ ഉണ്ടാക്കിയത്. ഇത് സഹോദരന്മാരെയും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതൊന്നാമത്തെ അസിലാണ്. സമസ്ത ഉണ്ടാക്കിയതിൻ്റെ ഒന്നാമത്തെ കാര്യം
പടച്ചോനല്ലാത്തവരിലേക്ക് തിരിയാൻ. ഈ അള്ളാഹു അല്ലാത്തവരിലേക്ക് ആളുകൾ തിരിച്ചുവിടുമ്പോൾ ആളുകൾ വെറുതെ തിരിയില്ലല്ലോ. ആ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതായ ചില വിശേഷങ്ങൾ അവർ വകവെച്ചു കൊടുക്കണം. കാരണം പടച്ചോനുള്ള കഴിവുകളും അള്ളാഹുവിന് അള്ളുണ്ട് എന്ന് പറഞ്ഞ കഴിവുകളും അള്ളല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുമ്പോഴേ അള്ളാഹുവിലേക്കുള്ള ദുആ ഇവരിലേക്ക് തിരിച്ചുവിടാൻ കഴിയുള്ളൂ. അതിന് സമസ്തക്കാർ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ടാമത് എൻ്റെ പോയിന്റ്. അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരും അള്ളാഹു അറിയുന്ന കാര്യങ്ങളൊക്കെ അറിയും. ഇപ്പോൾ കൂട്ടിലങ്ങാടിയിൽ നിന്ന് ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചാൽ അത് അള്ളാഹ് അറിയും, ഒരു സംശയവുമില്ല. അപ്പം ഇനി കൂട്ടിലങ്ങാടിയിൽ നിന്ന് മൊയ്‌ദി ശൈഖിനെ ഒരാൾ വിളിച്ചാൽ അത് മൊയ്‌ദി ശൈഖ് അറിയണ്ടേ? അറിയണം. അപ്പം അതിനു വേണ്ടി ഇസ്തിഗാസയെ ന്യായീകരിക്കാൻ അവർ ഉണ്ടാക്കിയതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില സൃഷ്ടികൾ അള്ളാഹു അറിയുന്നതെല്ലാം അറിയും. ഇത് ചില ആളുകൾ ഇത് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കും, അങ്ങനെയൊക്കെ പറയോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഖുൽ നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശ ഭൂമികളിൽ അല്ലാഹു അല്ലാതെ ഗൈബ് അറിയുന്നവനില്ല. അത് ആരും എല്ലാവരും ആ ആയത്തിന്റെ പരിധിയിൽ വരും. വീണ്ടും പറയുന്നു, ഖുൽ നബിയെ നിങ്ങൾ പറയണം, ലാ അഖൂലു ലക്കും ഇൻദി ഖസായിനുല്ലാഹ്, പടച്ച റബ്ബിന്റെ ഖജനാവുകൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയില്ല എന്ന് നബിയെ നിങ്ങൾ പറയണം. അള്ളാഹുവിന് അറിയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ല എന്ന് നബിയെ നിങ്ങൾ പറയണം. ഇതാ ഖുർആൻ പഠിപ്പിച്ച്, അള്ളാഹ്ക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ല എന്ന് പറയണം. ഇത് തർക്കമുണ്ടോ? വീണ്ടും പറയുന്നു, യഅലമു മാ ഫിസ് സമാവാതി വൽ അർളി വയഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമികളിലും ഒക്കെ അറിയുന്നവൻ അള്ളാഹുവാണ്. വഅസിറൂ ഖൗലകും അവിജ്ഹറൂ ബിഹി, നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ളത് അറിയുന്നവൻ പടച്ച റബ്ബല്ലേ. ഇതിൽ കൂട്ടിലങ്ങാടിക്കാർക്ക് തർക്കമുണ്ടോ? മുസ്ലിമീങ്ങൾക്ക് തർക്കമുണ്ടോ? അപ്പൊ അള്ളാഹു അറിയുന്ന കാര്യം അത് അള്ളാഹുവിന്റെ പടപ്പുകൾ അറിയുകയില്ല. അള്ളാഹു അറിയുന്ന അള്ളാഹുവിന്റെ ഇൽമ് അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഇതൊരു മുസ്ലിം തർക്കിക്കാൻ പാടുണ്ടോ? പക്ഷെ എന്താ സഹോദരന്മാരെ, ഈ വിഷയത്തിൽ നമ്മുടെ സമസ്തയുടെ സഹോദരന്മാരും അവിടെ പണ്ഡിതന്മാരും പ്രഖ്യാപിക്കുന്നത്, സമസ്തയുടെ പ്രസിഡന്റ് തന്നെ പറയും, നിങ്ങളൊന്ന് കേട്ടോ. അള്ളാഹ് അറിയണത് പോലെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, അള്ളാഹ് അറിയണതൊക്കെ അറിയണോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണം, അള്ളാഹ് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. അള്ളാഹു അറിയുന്നതെല്ലാം അറിയും, പക്ഷെ അള്ളാഹ് അറിയുന്നത് പോലെയല്ല. അള്ളാഹുവിന് മാധ്യമങ്ങൾ ആവശ്യമില്ല, സൃഷ്ടികൾക്ക് മാധ്യമങ്ങൾ ആവശ്യമുണ്ട്. ഈ കൂട്ടിലങ്ങാടിയിലെ സമസ്തയുടെ ബഹുമാന്യരായ സഹോദരന്മാർ, നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കും, അള്ളാഹു അറിയുന്നതെല്ലാം അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അറിയും. ശരി, അള്ളാഹു അറിയുന്നത് പോലെ അറിയില്ല, അള്ളാഹ് അറിയുന്നത് പോലെയല്ല, വേറെ രൂപത്തിൽ അറിയും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾ പറയാണ്, അള്ളാഹു സൃഷ്ടിക്കുന്നതെല്ലാം അമ്പിയാക്കന്മാരും സൃഷ്ടിക്കും, അള്ളാഹു സൃഷ്ടിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും സൃഷ്ടിക്കും, അള്ളാഹ് സൃഷ്ടിക്കുന്ന പോലെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നതെല്ലാം അമ്പിയാക്കന്മാരും കാണും, അള്ളാഹ് കാണുന്ന പോലെയല്ല. അള്ളാഹു റിസ്ക് കൊടുക്കുന്നത് പോലെ അമ്പിയാക്കന്മാർ റിസ്ക് കൊടുക്കും, അള്ളാഹു റിസ്ക് കൊടുക്കുന്ന പോലെയല്ല. ഇതിനല്ലേ സഹോദരന്മാരെ മലയാളത്തിൽ ശിർക്ക് എന്ന് പിന്നെ ഇസ്ലാമിൻ്റെ ഭാഷ ശിർക്ക് എന്ന് പറയാം. അള്ളാഹു അറിയുന്നതെല്ലാം ഒരു പടപ്പ് അറിയുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഞാനിവിടെ ആയത്ത് എന്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതെന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും അറിയുമെന്നൊരു വിശ്വാസി വിശ്വസിക്കാൻ പാടുണ്ടോ? ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന ആയത്ത് പിന്നെ എന്തിനുള്ളതാ? അപ്പൊ അള്ളാഹ് അറിയുന്നത് പോലെയല്ല, അതിനെന്നെ ശിർക്ക് എന്ന് പറയാ. അപ്പൊ അള്ളാഹുവിന് സമാനമായ ഇൽമ്, അള്ളാഹുവിൻ്റെ എല്ലാ ഇൽമുകളും
അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കുണ്ട്. അപ്പോൾ ഇൽമിൽ അവരും അള്ളയും തുല്യരാണോ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അള്ളാഹ്ക്ക് അറിയാത്തൊരു കാര്യം ഔലിയാക്കന്മാർക്ക് അറിയില്ല, ഔലിയാക്കന്മാർക്ക് അറിയാത്തൊരു കാര്യം അള്ളാഹ്ക്ക് അറിയില്ല. എങ്ങനെ അറിയുന്നുള്ളതല്ല, എങ്ങനെ അറിഞ്ഞാലും ഇൽമ് എന്നുള്ള തുല്യാണോ അല്ലേ? ഇൽമ് എന്നതിൽ അള്ളാഹും ഔലിയാക്കന്മാരും തുല്യാണോ അല്ലേ? ആണല്ലോ. ഔലിയാക്കന്മാർ വേറെ രൂപത്തിൽ, അതിനല്ലേ ശിർക്ക് എന്ന് പറയാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് അത് അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കും സങ്കല്പിച്ചു കൊടുക്കുന്നു. ഇത് സഹോദരന്മാരെ തെറ്റായ വിശ്വാസമാണ്. ഇത് സമസ്തയുടെ രണ്ടാമത്തെ അസ്ലാണ്. അവർ സമൂഹത്തിൽ പഠിപ്പിച്ച കാര്യമാണ്. ഇപ്പൊ ചില ആളുകൾ പറയും, അമ്പിയാക്കന്മാർ ഗൈബ് അറിഞ്ഞിട്ടില്ലേ, ഔലിയാക്കന്മാർ ഗൈബ് അറിയുന്നില്ലേ എന്നൊക്കെ. അമ്പിയാക്കന്മാർ അവർ വഹീന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയും. അവർ വഹി ഉണ്ടെങ്കിലേ അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി അടിച്ചു വാരിയിരുന്ന പെണ്ണ്, സഹാബി വനിത മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞോ? എത്ര ഹദീസിന്റെ കിതാബിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിട്ടും പ്രവാചകൻ അറിഞ്ഞോ? അതേ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ നിന്ന് വിദൂരമായ സ്ഥലത്തുള്ള നജ്ജാശി രാജാവ് മരിച്ചപ്പോൾ റസൂലുള്ളാഹി അറിഞ്ഞു, സഹാബത്തിന് വിവരം കൊടുത്തു. വഹി ഉണ്ടെങ്കിൽ അറിയും, വഹിയില്ലാതെ ഒരാൾക്കും അറിയാൻ കഴിയുകയില്ല. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനല്ലേ? തൻ്റെ രണ്ട് പുത്രന്മാർ കാണാതെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വരെ വെളുത്തുപോയി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എൻ്റെ മകൻ എവിടെയാണ്, യൂസുഫ് നബി എവിടെയാണെന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അറിയുന്നില്ല. ഇത് വിശുദ്ധ ഖുർആനിലുള്ളതല്ലേ? പിന്നെ ചില ആളുകൾ ഇതിനെ ഖണ്ഡിക്കാൻ പറയും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടില്ലേ, വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിച്ചത്, നിങ്ങളുടെ വീട്ടിൽ എന്താണ് നിങ്ങൾ എടുത്തു വെച്ചതൊക്കെ എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഈസാ നബി വഹി ഉണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുക്കും. അതേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിയാത്ത പല കാര്യങ്ങളുമില്ലേ, മൂസാ നബിക്ക് അറിയാത്ത പല കാര്യങ്ങളുമില്ലേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വഅല്ല ഖൗമക സാമിരി എന്ന് അള്ളാഹ് അറിയിച്ചപ്പോഴല്ലേ മൂസാ നബി അറിഞ്ഞത്. അപ്പൊ മൂസാ നബി എന്താ പറഞ്ഞത്? അതൊക്കെ എനിക്കറിയാം പഠിച്ചവനെ, ഈ പറഞ്ഞിരുന്നും വേണ്ട എന്നാണ് മൂസാ നബി പറഞ്ഞത്. ഈ സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ മൂസാ നബിയുടെ ഖൗമിനെ വഴിതെറ്റിച്ചില്ലേ? എത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട അപവാദ പ്രചരണം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിജസ്ഥിതി അറിയാൻ ആയത്ത് വരേണ്ടി വന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ ശത്രുക്കൾ കുഴിച്ച് കുഴിയിൽ വീണിട്ടില്ല, മുമ്പിൽ കുഴിയുള്ള വിവരം പ്രവാചകൻ അറിഞ്ഞിട്ടില്ല. എല്ലാം അറിയും. അള്ളാഹ് അറിയുന്നതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമെന്നാണെങ്കിൽ സഹോദരന്മാരെ, അമ്പിയാക്കന്മാരും അള്ളയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ അടിസ്ഥാനമൊക്കെ ഇപ്പം അങ്ങനെ പരിധിയില്ലാത്ത അറിവുകളും പരിധിയില്ല, ഇതൊക്കെ സമസ്ത മെല്ലെ ഇപ്പം ഇങ്ങനെ തിരുത്തി വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് വിശദമായിക്കൊണ്ട് മൂസ സലായി ഇവിടെ വിശദീകരിക്കും. ഇതാണ് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്കും ഗൈബ് അറിയും. ഇത് തെറ്റായ വിശ്വാസമാണ്. പക്ഷേ ഈ വിശ്വാസം ഇപ്പം മെല്ലെ പൊളിഞ്ഞു വരുന്നുണ്ട് സമസ്തൻ്റെ. അൽഹംദുലില്ലാഹ് ആര് തിരുത്തിയാൽ നമുക്ക് നല്ല കാര്യമാണ്, പക്ഷെ തിരുത്തണം. ഈ വിശ്വാസം തെറ്റാണ്. ഇനി മൂന്നാമത് എന്താണ് സമസ്തക്കാരിവിടെ പ്രധാനമായി കൊണ്ട് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന വെച്ചാൽ, വഹാബികളായ ആളുകൾക്ക് പാരമ്പര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും താബീങ്ങളുടെയും താബീങ്ങളുടെയും ഒക്കെ പാരമ്പര്യം ഇവിടുത്തെ സമസ്തക്കാണുള്ളത്, ഇവിടെ വഹാബികൾക്ക് പാരമ്പര്യമില്ല എന്നാണ്. ശരി, പാരമ്പര്യം എന്ന് പറയുമ്പോൾ സാധാരണയായിക്കൊണ്ട് ഇവർ പറയുന്നത് വെച്ചാൽ, ഞങ്ങളുടെ എല്ലാ വിശ്വാസ ആചാരങ്ങളും ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും എത്തുന്ന പരമ്പര ഞങ്ങൾക്കുണ്ട്, സലഫികൾക്ക് പരമ്പരയില്ല, നിങ്ങൾക്ക് പാരമ്പര്യമില്ല. ശരി, സലഫികൾക്കും പരമ്പര ഉണ്ട്, അത് വേറെ വിഷയം, ഞാൻ അപ്പോൾ അതിലേക്ക് കിടക്കണില്ല. ശരി, ഈ സമസ്തക്കാർ പിന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് അഹ്ലുസുന്നയുടെ പാരമ്പര്യം ഉള്ളത്? സമസ്ത നിലനിൽക്കുന്നതിന് പ്രത്യേകിച്ചും ജാറങ്ങളിലും അതുപോലെ തന്നെ ഇസ്ലാമികമല്ലാത്ത ഉറൂസ് ആചാരങ്ങളുമാണല്ലോ. കബർ കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് സമസ്തയാണെങ്കിലും, അത് ഈ കുരുവട്ടൂരി ആണെങ്കിലും AP ആണെങ്കിലും EK ആണെങ്കിലും അപ്പോൾ തന്നെ സമസ്ഥാനയാണെങ്കിലും ദക്ഷിണയാണെങ്കിലും ഏത് സമസ്തയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. കബർ കെട്ടിപ്പൊന്തിക്കാം, ജാറമുണ്ടാക്കാം, അവിടെ ഉറൂസ് നടത്താമെന്നുള്ളത്. ഏത് പാരമ്പര്യമാണ് ഇവിടുത്തെ ഈ കൂട്ടിലങ്ങാടിലെ സഹോദരന്മാർ ചിന്തിക്കണം, പഠിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ ഇത് ഖബർ കെട്ടിപ്പൊന്തിക്കാൻ? നിങ്ങൾക്ക് പാരമ്പര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹീഹായ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ എത്ര ഔലിയാക്കന്മാർ മരിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ മരിച്ചിട്ടില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചിട്ടില്ലേ? അള്ളാഹുവിൻ്റെ അർശ് പോലും കിടുങ്ങിപ്പോയി എന്ന് ഹദീസിലുള്ള സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചിട്ട് ആ സഅദ് റളിയല്ലാഹുവിനെ അബൂബക്കർ റളിയല്ലാഹുനും അതുപോലെ തന്നെ മറ്റുള്ളവർ അവർക്ക് അവിടെ അല്ലേ റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ സഅദ് റളിയല്ലാഹുവിനെ നമുക്ക് ജാറന്ന് കെട്ടിപ്പൊന്തിച്ചാൻ തന്നെ നബിയെ. ഒരു പാരമ്പര്യം ഇല്ല സഹോദരന്മാരെ, നിങ്ങൾക്ക് അവകാശപ്പെടാനില്ല. മാത്രവുമല്ല, എത്ര ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്ര ഹദീസുകളുണ്ട്. സഹീഹ് മുസ്ലിമിൽ ഒരുപാട് ഹദീസ് ഇമാം മുസ്ലിം കൊടുത്തിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറാ ഇത്തഖദൂ ഖുബൂർ അംബിയാഹിം മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടവർക്ക്, അവർ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാക്കി. സ്വാലിഹീങ്ങളൊന്നുമല്ല, അമ്പിയാക്കന്മാരുടെ ഖബർ. ഈ ഹദീസുകൾ വിശദീകരിച്ചപ്പോൾ എന്താണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? ഇന്ന സുന്ന അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറ. ഖബർ ധാരാളമായി കൊണ്ട് പൊന്തിക്കാൻ പാടില്ല. വല യുസന്നം, അത് കൂർപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് നിരപ്പാക്കണം. ബൽ യുർഫഉ നഹവ ശിബിരിൻ, ഒരു ചാണിലധികം ഖബറുകൾ ഉയർത്തപ്പെടാൻ പാടില്ല. എന്നിട്ട് പറയും വഹാദാ മദ്ഹബു ശാഫിഈ, ഇതാണ് ശാഫിഈ മദ്ഹബ്. നിങ്ങൾക്ക് പാരമ്പര്യമുണ്ടോ? ശാഫിഈ മദ്ഹബിന്റെ പാരമ്പര്യം എന്താണ്? ഒരു ചാണ് ഖബർ പൊന്തിക്കാൻ പാടില്ല, ഒരു ചാണിലപ്പുറം ഖബർ പൊന്തിക്കരുത്. എത്ര ഹദീസുകളിലുണ്ട്. അതുപോലെ തന്നെ ഇമാം ഹൈതമി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹത്തിന്റെ സവാജിറിൽ പറഞ്ഞല്ലോ, തജിബുൽ മുബാറത്തു ലിഹദിമിൽ മസാജിദ് വൽ ഖുബാബില്ലത്തി അലൽ ഖുബൂരി. ഖബറുകൾക്ക് മീതെ ഉണ്ടാക്കപ്പെട്ട പള്ളികളാണെങ്കിലും കുബ്ബകളാണെങ്കിലും അതൊക്കെ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്, അതിലേക്ക് ധൃതിപ്പെടൽ നിർബന്ധമാണ്. ഇത് ഹിയ അളറു മിൻ മസ്ജിദിൽ ദിറാർ, മദീനയിൽ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ റസൂലുള്ളാഹിന്റെ പള്ളിക്കെതിരായി കൊണ്ടുണ്ടാക്കിയ മസ്ജിദുൽ ദിറാറിനേക്കാൾ അപകടകരമാണ് ഖബറുകൾക്ക് മീതെയുള്ള കുബ്ബകൾ. സഹോദരന്മാരെ, ഖബർ കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളതിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ഖബറും ഒരു ചാണിനധികം പോയിട്ടില്ല. അതാണ് അഹ്ലുസുന്നത്തിന്റെ പാരമ്പര്യം. മാത്രമല്ല, ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീറിൽ കാണാം, ഖാല ഉലമാഉന, ഇതാണ് പാരമ്പര്യം. നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, വഹാദ യുഹറും അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഹറാമാണ്. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഹറാമാണ് എന്ത്? അയ്യത്തഖിദു ഖുബൂറൽ അംബിയാഇ വൽ ഉലമാഇ മസാജിദ, പണ്ഡിതന്മാരുടെയും ഉലമാക്കളുടെയും അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും ഒക്കെ ഖബറിടങ്ങൾ അവിടെ കെട്ടിപ്പൊന്തിച്ച് ആരാധനാ കേന്ദ്രങ്ങളാക്കി മസ്ജിദുകളാക്കുക എന്നുള്ളത് അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചതും ഹറാമാണ്. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? വഖദ് റഅയ്തു മിൻ വലാത്തി ബിമക്ക, മക്കയിലുള്ള ഭരണാധികാരികളെ ഞാൻ കണ്ടിട്ടുണ്ട്, യഹ്ദിമ്മ യുബ്ന മിൻഹ, യാനി ഖബറുകൾക്ക് മേലെ ഉണ്ടാക്കപ്പെട്ട കുബ്ബകൾ അവർ പൊളിച്ചു നീക്കിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ഉദ്ധരണികൾ വായിക്കാനുണ്ട്. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ പാരമ്പര്യം. അപ്പം ഇവിടെ പാരമ്പര്യം ഇതാണ്. മൂന്നാമതായി സാധാരണ പറയാറുള്ളത് മൂന്നാമത്തെ അസൽ എന്താണ്? ഞങ്ങൾക്കാണ് പാരമ്പര്യം. യഥാർത്ഥത്തിൽ പാരമ്പര്യം അവിടെ ഒന്നുമില്ല. ഇനിയോ ഈ പാരമ്പര്യം തെളിയിക്കാൻ വേണ്ടി ഖബർ കെട്ടിപ്പൊന്തിച്ചു എന്നതിന് തെളിവില്ലാത്തപ്പോൾ ഒരു മുസ്ലിയാർ തെളിവുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടോളി. സുലൈമാൻ സഖാഫി എന്ന് പറയുന്ന മുസ്ലിയാർ പറയാണ്, എന്താണ് പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അർത്ഥം എന്ന് അദ്ദേഹം പറയട്ടെ. അപ്പൊ ഈ ജാറം അറ്റാച്ച് ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, പള്ളി ജാറം, അത് എവിടുന്ന് പോകുന്നതാ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ നിന്ന് പോകുന്നതാ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു പള്ളിയാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് മദീനത്തെ ജാറമാണ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ദീനിന്റെ വളർച്ചയും പുരോഗതിയും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ പള്ളിയാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ മദീനത്തെ ജാറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്. എൻ്റെ പൊന്നാരി കൂട്ടിലങ്ങാടിയിലെ ബഹുമാന്റെ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കി. ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമോ
ലോകത്ത് ഇങ്ങനെയാണ് ഒരാൾ വിശ്വസിക്കുന്നത്. ഇതാണ് അയാളെ ഈമാൻ. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലുള്ളാഹിൻ്റെ ജാറത്തിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ. നിങ്ങളാൽ ജാറമുണ്ടാക്കാൻ തെളിവില്ലെങ്കിൽ അത് പറഞ്ഞോളൂ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഖബർ ജാറമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഇമാം ബുഖാരി മറിച്ചു നോക്ക്, ഒരു ശിബറിനധികം പൊന്തിയിട്ടില്ല. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, അള്ളാഹു എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുതേ. അത് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. ബി സലാസത്തിൽ ജുദറാനി എന്ന് ഇബ്നു ഖയ്യിം പറഞ്ഞിട്ടില്ലേ, 3 മറകൾക്കുള്ളിലാണ് റസൂലുള്ളാഹിന്റെ ഖബറുള്ളത്, അത് കെട്ടിപ്പൊന്തിച്ചിട്ടില്ല. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ജാറമാണ് പോലും. അപ്പോൾ നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് വിശ്വസിക്കുന്നു, ആ മദീനത്തെ ജാറം മുഹമ്മദ് നബിയുടേതാണ് ഞാൻ വിശ്വസിക്കുന്നു എന്നാ. ഇങ്ങനെ അയാൾ വിശ്വസിച്ചാൽ അയാളെ ശഹാദത്ത് കലിമ ശരിയാകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ് ഇതൊക്കെ പറയണ്ടേ, ഇതൊക്കെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. ഇത് ഇയാൾ പരസ്യമായി പ്രസംഗിച്ചതല്ലേ. ചില ആളുകൾ പറയും മുജാഹിദുകൾ കാര്യമായിട്ട് എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇത് ഈ തെറ്റായ വിശ്വാസം, ഈ വിശ്വാസവും കൊണ്ടൊരാൾ മരിച്ചു പോയാൽ, ഇവിടെ ഇത് തെറ്റാണെന്ന് അറിയുന്ന ആളുകൾ അത് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പടച്ചോൻ്റെ അടുത്ത് നിന്ന് പറയുക, ഈ ആളുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പടച്ചോനെ, അതിനു വേണ്ടി മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ പാരമ്പര്യം ഇതാണ് സഹോദരന്മാരെ. ഇനി മാത്രമല്ല, ഒരുപാട് ത്വരീഖത്തുകൾ ഇവിടെ കൊണ്ട് നടക്കുന്നുണ്ട്. ആ ത്വരീഖത്തിനൊക്കെ പാരമ്പര്യമുണ്ടോ? ഈ നക്ഷബന്ദി തരീഖത്ത്, അതുപോലെ തന്നെ നൂരിഷാ തരീഖത്ത്, ഖാദിരിയ തരീഖത്ത്, ഈ ഖാദിരിയ തരീഖത്ത് പോലെ തന്നെ അശ്ശരി മദ്ഹബ്, മാതുരി മദ്ഹബ്, ഇതൊന്നും സ്വീകരിക്കാത്ത സുന്നല്ലാന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് തരീഖത്താ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാദിരിയാണോ, ഷാദുലിയാണോ, മാതുരിദിയാണോ? ഏത് തരീഖത്താ അബൂബക്കർ റളിയല്ലാഹുവിന്റെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു തരീഖ് ഖാദിരിയത്താണോ, മാതുരിയത്താണോ? അതുപോലെ തന്നെ ഈ പിന്നെ കുരുട്ടൂരിയാണ്? ഏത് തരീഖത്താണ്? റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലത്ത് ഒരു തരീഖത്തുമില്ല. അത് ത്വരീഖത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ഞങ്ങൾ അത്രേ പറയണുള്ളൂ. അതുകൊണ്ട് പാരമ്പര്യം എന്ന് പറയരുത്. ഇനി 4-മത്തെ കാര്യം എന്താ ചോദിച്ചാൽ, സമസ്ത ഇവിടെ കാര്യമായി പറഞ്ഞെന്താ അറിയോ? ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാരമ്പര്യമൊക്കെ മെല്ലെ 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 പൊളി. ഇൻഷാ അല്ലാഹ് മുഫസ്സലായി ഇവിടെ വിശദമായി വിശദീകരിക്കും. 4-മത്തെ അസൽ എന്താ അറിയോ? സമസ്തക്കാർ സാധാരണ പറയാറുള്ള എന്താ വെച്ചാൽ, മുഅ്ജിസത്തും കറാമത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാർക്കും അതുപോലെ തന്നെ അമ്പിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മുഅ്ജിസത്തിനും കറാമത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു പരിധിയും വെച്ചിട്ടില്ല. ഇതാണ് പണ്ട് പറഞ്ഞിരുന്നത്, പണ്ട് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ CM മടവൂരിന്റെ വിവാദം വന്നപ്പോൾ സമസ്തക്കാര് പരിധി വെക്കാൻ തുടങ്ങി. എന്താണ് ആദ്യം എഴുതിയത്? ഇതാ പൊന്മളയുടെ ഫത്താവയിൽ കാണാം. മേൽ വിശദീകരണത്തിൽ നിന്ന് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരുടെ ഇഷ്ടത്തിനൊത്ത് മുഅ്ജിസത്തും കറാമത്തും പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്നും ഔലിയാഇന് യഥേഷ്ടം കറാമത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്ന വാദം പണ്ഡിത ലോകത്ത് അംഗീകാരവും അസ്വീകാര്യവും ബാലിശവുമാണെന്നും വ്യക്തമായി. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്ത് യഥേഷ്ടം പ്രകടിപ്പിക്കാൻ കഴിയും, ഔലിയാക്കന്മാർക്ക് കറാമത്ത് യഥേഷ്ടം പ്രകടിപ്പിക്കാൻ കഴിയും. ഇനി കേട്ടോ, ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് അമ്പിയ ഔലിയാക്കളാകുന്ന മഹാന്മാരുടെ കാഴ്ച, കേൾവി തുടങ്ങിയ കഴിവുകൾ തികച്ചും അസാധാരണമാണെന്നും അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വിരുദ്ധമായി ഒരേ സമയത്ത് വളരെ അകലെ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളികൾ അവർക്ക് കേൾക്കാനും ഗ്രഹിക്കാനും പരിഹരിക്കാനും ഒന്നും കഴിയുമെന്നും ഈ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഔദാര്യമായി കൊടുത്തതാണെന്നും സ്പഷ്ടമായി. അപ്പൊ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും യഥേഷ്ടം അവിടെ മുഅ്ജിസത്തും കറാമത്തും കാണിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇത് സമസ്തക്കാർ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാങ്ക് കൊടുത്തു. ഇശാ നമസ്കാരം പരിപാടി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പള്ളിയിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നമസ്കരിച്ചിട്ടായിരിക്കും പിരിയ. അതിൻ്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഔലിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്ത് യഥേഷ്ടം പ്രകടിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പരിധിയുമില്ലാതെ കറാമത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരൻ. ഇനി സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കി. ഇനി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് യഥേഷ്ടം ചെലവഴിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് സമസ്തക്കാർ പറയും. ഞാൻ പറയുന്നു, ഇവിടെ കൂട്ടിലങ്ങാടിയിലെ സാധാരണക്കാർ ചിന്തിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാ? മുസ്ലിങ്ങൾക്ക് തർക്കമുണ്ടോ? അത് ഖുർആനല്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് ഖുർആനല്ലേ. ഒരാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഥേഷ്ടം ഖുർആൻ തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ പറയാൻ, അള്ളാഹിന്റെ വഹയൊന്നും വേണ്ട, പ്രവാചകൻ ഇങ്ങനെ പറയന്നെ. ഇങ്ങനെ അയാൾ വിശ്വസിച്ചാൽ അയാളുടെ ഈമാന്റെ കാര്യം എന്താ? ഇത് തെറ്റാണോ ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരാതെ ഖുർആൻ പറയാൻ വഴിയോ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹിയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ സംസാരിക്കുന്നില്ല. യഥേഷ്ടം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പറയാനുള്ള കഴിവ് റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വഹി കാത്ത് നിൽക്കേണ്ട ആവശ്യം? റസൂലുള്ളാഹിക്ക് അപ്പപ്പ ആയത്തുണ്ടാക്കിയാ പോരെ? ചിന്തിക്ക്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയുടെ വടി അദ്ദേഹം ഇച്ഛിക്കുമ്പോഴൊക്കെ നിലത്തിട്ട പാമ്പാകോ? അങ്ങനെയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ തൻ്റെ അനുയായികളെയും കൊണ്ട് ചെങ്കടലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔനാണ്. ഇന്നാല മുദറക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ മൂസ എന്ന് മൂസാ നബി അനുയായികൾ പറഞ്ഞു. അപ്പം എന്താ മൂസാ നബി പറഞ്ഞത്? നിങ്ങളെന്തിനാ പേടിക്കണ്? എൻ്റെ വടിയാകുന്ന എനിക്ക് നൽകപ്പെട്ട മുഅ്ജിസത്ത് എൻ്റെ കയ്യിലില്ലേ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്നാണോ? അല്ല, മൂസാ നബി പറഞ്ഞു ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ വടി എൻ്റെ കൂടെയുണ്ട് എന്നല്ല, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്നാണ് മൂസാ നബി പറഞ്ഞത്. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായില്ലേ, ഈ മൂസാ നബിക്ക് നൽകപ്പെട്ട വടിയെന്ന മുഅ്ജിസത്ത് യഥേഷ്ടം ഉപയോഗിക്കാൻ മൂസാ നബിക്ക് കഴിയില്ല എന്നാണ് മൂസാ നബി മനസ്സിലാക്കിയത്. അത് കഴിയുമെന്നാണോ മനസ്സിലാക്കിയത്? എങ്കിൽ എന്താ മൂസാ നബി പറഞ്ഞു? ഇന്ന മഅയ അസായ എന്നാണോ? എൻ്റെ കൂടെ എൻ്റെ വടിയുണ്ടെന്നാണോ? അതിൽ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നല്ലേ മൂസാ നബി പറഞ്ഞത്? എത്രയെത്ര ഉദാഹരണങ്ങൾ! അപ്പൊ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും മുഅ്ജിസത്ത് കറാമത്ത് യഥേഷ്ടം കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ കൊടുത്തു എന്നൊക്കെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാലയിൽ ഈ മുഅ്ജിസത്ത് കറാമത്ത് ഒരു ലൈസൻസും ഇല്ലാതെ പറയാണ് മാലയിൽ. ഈ അടിസ്ഥാനത്തിൽ ഇപ്പോ CM മടവൂര് ലോകം നിയന്ത്രിക്കുന്നു എന്ന വാദം വന്ന ഭാഗ സമസ്ത അട്ടിമറിഞ്ഞു. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? യഥേഷ്ടം കൊടുക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരിധികൾ വെച്ചിട്ടുണ്ട്. മൂസ സലാഹി വിശദീകരിക്കും. ഇവിടെ മാറി, അത് മാറാൻ CM മടവൂര് മുദബ്ബിറുൽ ആലം ആകേണ്ടി വന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം എന്ത് ചെയ്ത് വെച്ചാൽ CM പിന്നെ പരിധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്ത് എന്ത് കൊടുക്കും, അതുപോലെ തന്നെ കറാമത്ത് എന്തും കൊടുക്കും. അങ്ങനെ പറഞ്ഞ് കുറെ ദുർവ്യാഖ്യാനിച്ചതൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മാലയിൽ കാണാം മുന്നന്തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികളിമ്പതി വേണ്ടെന്നു ചെന്നോവർ. റിഫായി ഷേഖ് അദ്ദേഹം മുന്നന്തൂടി മുട്ടിയിട്ട് കഅബാനെ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നു. ചണ്ടി മേളൊക്കെ ആയിട്ട് റിഫായി മാലയിലുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി എങ്ങനെ വരിക? അല്ലാഹുവിനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്നൊക്കെ വിളിച്ചിട്ടല്ലേ. പക്ഷെ റിഫായി ഷേഖ് വന്ന അങ്ങനൊന്നുമില്ല. മുന്നന്തൂടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികളിമ്പന്തി വേണ്ടെന്നു ചെന്നോവർ. അവിടെ മക്കയിൽ കുറച്ച് ഈമാനുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, റിഫാ ഇത് പറ്റൂല, ഇവിടെ എന്താണ് ഈ ചണ്ടിമേളൊക്കെ കഅബന്റെ അടുക്കലോ, പറ്റൂല. ഉടനെ റിഫായി മദീലുമ്മൽ കൊളുത്തിയാൻ അപ്പൊ കഅബൻ തവാഫ് എന്ന് ചെന്നോവർ. അപ്പൊ കഅബ തവാഫ് ചെയ്യാൻ എന്നെ സമ്മതിക്കൂലെങ്കിൽ ഇതാ ആ തൊടിയും അതുപോലെ തന്നെ ചെണ്ടയും മേളമൊക്കെ കഅബന്റെ മേലങ്ങ് റിഫായി ഷേഖ് കൊളുത്തി വെച്ചപ്പോ അതാ സംഭവിക്കുന്നു. റിഫായി ഷേഖ് കഅബനെ തവാഫ് ചെയ്യാൻ വേണ്ടി വന്ന് റിഫായി ഷേഖിനെ കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്യുന്നു. ഇത് റിഫായി മലയിലുണ്ട്. കാരണം എന്താ? പരിധിയില്ലാതെ കൊടുക്കല്ലേ, കറാമത്ത് പരിധിയില്ലാതെ കൊടുക്കുന്നല്ലേ വിശ്വാസം. ഇനിയോ അപ്പോ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യാണ്. ആരെ? റിഫായി ഷേഖിനെ കഅബ തവാഫ് ചെയ്യുന്നു. കഅബയെ തവാഫ് ചെയ്യാൻ വേണ്ടി വന്ന റിഫായി ഷേഖിനെ കഅബ തവാഫ് ചെയ്യുന്നു. ഇത് കണ്ട് പടച്ചോൻ ഇങ്ങനെ കാണാണിത്. അപ്പൊ എന്താ മാലക്കാരൻ പറയുന്നത്? ഇളകി കഅബൻ തുളുങ്കുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാഹ് വിളിച്ചോവർ. എൻ്റെ ഒളിവറായ റിഫായിയേ എന്ന് പടച്ചോന് റിഫായി ഷേഖിനോട് ഇസ്തിഗാസ നടത്തിയെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ മാലയിലുള്ളതാണ്.
ഇനിയോ 7 ആകാശം വാതിലൊക്കെ തുറന്നോരെ ഇളകി മലക്കുകളൊക്കെ വിളിച്ചോവർ. 7 ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ച് എല്ലാ മലക്കുകളും ആകാശലോകത്തുള്ള വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളും വിളിച്ചു, പൊന്നാര റിഫായി എന്ന് വിളിച്ചൂന്ന്. ഇത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കണോ? ഈ കൂട്ടിലങ്ങാടിയുള്ള ആളുകൾ പറയൂ, വേണ്ടേ? ഇത് ഇസ്ലാമിക വിശ്വാസമാണോ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ളാഹി സല്ലല്ലാഹു ശരിക്ക് കേട്ടോളി. കൂട്ടിലങ്ങാടിക്കാൻ എല്ലാ മുഅ്മിനീങ്ങളും കേട്ടോളി. എന്താ പറഞ്ഞത്? റിഫായി ശേഖന് തവാഫ് ചെയ്യാൻ മുന്നം തൊടി മുട്ടി തവാഫ് ചെയ്യാൻ സമ്മതിക്കാത്തപ്പോൾ കഅബ വന്നിട്ട് പിന്നെ റിഫായി ശേഖന് തവാഫ് ചെയ്തു. എന്നാ കേട്ടോ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കത്തേക്ക് പോകുന്നു. മക്കയിലെ മുശ്രിക്കുകളാ റസൂലുള്ളാഹിനെ തടയുന്നു. പിന്നെ വെച്ചിട്ട് എവിടെ വെച്ചിട്ട്? ഹുദൈബിയയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ തവാഫ് ചെയ്യാൻ അനുവദിക്കുന്നില്ല, ഉംറ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭൂമിക്ക് മുകളിൽ ജീവിച്ച് മരിച്ചുപോയ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും പ്രമുഖന്മാരായ ഔലിയാക്കന്മാരാണ് ഉംറ ചെയ്യാൻ വേണ്ടി വന്നത്. അവരെ തടഞ്ഞു മുശ്രിക്കീങ്ങൾ. കഅബ അവിടെ ഉണ്ട്. എന്താ കഅബ വന്നോ? മുത്ത് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് കഅബ വന്നോ? കൂട്ടിലങ്ങാടിക്കാർ ചിന്തിക്കി, ഇതൊക്കെ ഈ വിശ്വാസം പറയണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്താ മുത്തുനബിന്റെ അടുക്കൽ കഅബ വന്നോ? ഈ തെറ്റായ വിശ്വാസം ഇതാണ്. പരിധിയില്ലാതെ കൊടുക്കല്ലേ. ഇതിനെയും പണ്ട് ന്യായീകരിച്ചിരുന്നു. ഒരു മുസ്ലിം ന്യായീകരണങ്ങളൊന്നും കേട്ടോളി. ഇപ്പം ന്യായീകരിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ അതൊക്കെ പരിധി വെച്ചിട്ടുണ്ട്. ഇത് പരിധി വരുന്നതിൻ്റെ മുമ്പുള്ള ന്യായീകരണം ആ മുസ്ലിം പറഞ്ഞ കേട്ടോളി. അലവിൻ്റെ സഅദ് ഇബ്നു മുആദ് എന്ന ഒരു മഹാന് വേണ്ടി അർശ് എന്ന് പറയുന്ന സൃഷ്ടി, അർശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഈ ബിൽഡിംഗ് പോലത്തെ കഅബാലയം പോലത്തെ ഒരു ബിൽഡിംഗ് അല്ല, ഭൂമിയല്ല, അല്ലെങ്കിൽ ആകാശമല്ല. അതിലും വലിയ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് അർശുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അർശാണ്. ആ ഏറ്റവും വലിയ സൃഷ്ടിയായ അർശ് കിടുകിടാ വിറച്ചു എന്ന് പറയുമ്പോ, അർശ് തന്നെ ഒരു മഹാന് വേണ്ടി ഇളകി വിറച്ചു എന്നൊക്കെ പറയുമ്പോ, അഹ്മദുൽ കബീർ റിഫാഇ എന്ന് പറയുന്ന ഒരു വലിയന് വേണ്ടി ചെറിയ ഒരു കെട്ടിടമായ കഅബാലയം ഒന്നിങ്ങനെ ഇളകി എന്ന് പറയുന്നതിൽ പ്രാമാണികമായി ഒരു തകരാറുമില്ല. അത് ബുദ്ധിപരമായും പ്രമാണമായും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്താ പറഞ്ഞത്? ഇതിപ്പോൾ പിന്നെ പെരിന്തൽമണ്ണ ഇയാൾ പ്രസംഗിച്ചതാണ്. അതായത് റിഫാഇ ശൈഖ് അള്ളാഹുവിൻ്റെ അർശ് സഅദ് റളിയല്ലാഹുവിന് കുലുങ്ങി എന്ന് ഹദീസിലുള്ളതാണ്. റിഫാഇ ശൈഖിന് വേണ്ടി കഅബാലയം തവാഫ് ചെയ്യുന്നത് ഇവിടെ ഹദീസിലുണ്ടോ? ഹദീസ് പറഞ്ഞോളി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ മഹത്വമാണ് അത്. അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിയില്ലേ, പിന്നെ കഅബ ചെറുതായിട്ടൊന്ന് കുലുങ്ങി. അത് ചെറുതാക്കണ്ട മൂപ്പര്, അത് ചെറുതാക്കാണ്. കഅബ ചെറുതായിട്ടൊന്ന് കുലുങ്ങില്ലേ, ചെറുതായി കുലുങ്ങല്ല, കഅബ ഒന്നാകെ ഇളകീന. പിന്നെ എന്താ പറഞ്ഞത്? കഅബം പിന്നെ ഇളകി കഅബം തുളുങ്കുന്ന നേരത്ത് എന്ന് പറഞ്ഞു. ഒന്നാകെ കഅബ ഇങ്ങനെ ഇളകി ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ അള്ളാഹ് വിളിച്ചു, റിഫാഇ ശൈഖിനെ അള്ളാഹ് വിളിച്ചു, മലക്കുകൾ വിളിച്ചു എന്നാ. ഇതൊക്കെ ഇപ്പോൾ മെല്ലെ ഇപ്പം പരിധിയില്ലാതെ പോയതെടുത്തുനിന്ന് ഇപ്പം മെല്ലെ പരിധിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ വേഗം പറയാം. പിന്നെ 5-ാമത്തെ കാര്യം സമസ്ത അവിടെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഒരു കാര്യം ശിർക്കാകണമെങ്കിൽ സമദിയത്ത് സങ്കല്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹു പറഞ്ഞ സമദി എന്ന വിശേഷണം സങ്കല്പിച്ചെങ്കിലേ ശിർക്കാകുള്ളൂ. അഥവാ പടച്ചവന്റെ സ്വയം കഴിവുണ്ട് എന്ന് സങ്കല്പിച്ചെങ്കിലേ ശിർക്കാവുകയുള്ളൂ. സ്വയം കഴിവ് സങ്കല്പിക്കാതെ അള്ളാഹുവിന് കൊടുക്കുന്ന ഏതൊരു കാര്യവും പടപ്പിന് കൊടുത്താലും ശിർക്കല്ല. എത്രത്തോളം ചോദിച്ചാൽ ഒരു മുസ്ലിം പറഞ്ഞ് നിങ്ങൾ കേട്ടോളൂ, ഇയ്യാക നഅ്ബുദു ഇയ്യാക പിന്നെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പോലും മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ ശിർക്കല്ല. കാരണം എന്താ? മൊയ്തീൻ ശൈഖ് ഖാലിഖാണ്, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാലേ ശിർക്കാകുള്ളൂ. കേട്ടോളൂ. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്ത്?
എന്താണ് ഫാത്തിഹ സൂറത്തുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹിയുദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് അപ്പൊ മൊയ്തീൻ ശൈഖ് ഖാലിഖല്ല എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നാ ഇപ്പൊ മാറിയിട്ടോ. ഇപ്പൊ ഖാലിഖല്ലാതെയും ശിർക്ക് വരുന്ന അവസ്ഥ ഒന്ന് ഇൻഷാല്ലാഹ് മുസ്തഫ വിശദീകരിക്കും. അതുപോലെ തന്നെ ഏപ്പിക്കാരുണ്ടാക്കിയൊരു വാദമാണ് സമദിയത്വവാദം. സമദിയത്വവാദം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ സമതായി അള്ളാഹിന്റെ സൃഷ്ടികൾ വിശ്വസിച്ചെങ്കിൽ ശിർക്ക് വരുള്ളൂ. ഒരാൾക്ക് മൊയ്തീൻ ശൈഖിന് സമദിയത്തുണ്ട് അഥവാ സ്വയം പര്യാപ്തതയുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഇവർ ഒരുപാട് സ്ഥലങ്ങൾ എഴുതിയതാണ്. ഇത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ അഖീദത്ത് സുന്ന എന്ന് പറയുന്ന കിതാബാണ്. അതിൽ അദ്ദേഹം പറയാണ് എപ്പോഴാണ് തൗഹീദ്, എപ്പോഴാണ് ഒരു മനുഷ്യന് ശിർക്കുണ്ടാകുക? യാനി അശ്ശിർക്കു, പിന്നെ ഒരു മനുഷ്യൻ ഫശ്ശിർക്കു ഇഅ്തിഖാദു ശരീക്ക് ഫിൽ ഉലൂഹിയ്യ, ഉലൂഹിയത്തിൽ ഒരു മനുഷ്യൻ പങ്കു ചേർക്കണം. അതുപോലെ തന്നെ ഫബിൽ ജുംലത്തി അത്തൗഹീദ് ഇഅ്തിഖാദു അദമു ശരീക്ക് ഫിൽ ഉലൂഹിയത്തി വഖവാസിഹ വയർജു ഇൻദ തഹ്ഖീഖ് വതദ്ഖീഖ് ഇലാ ഇഅ്തിഖാദി അദമു ശരീക്ക് ഫി വുജൂദിൽ വുജൂദ് ഫി വുജൂബിൽ വുജൂദി വൽ ഇസ്തിഖ്ലാലി വൽ ഇസ്തിബ്ദാദി വൽ ഗിനദാതി. അഥവാ ഒരു മനുഷ്യന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ. മക്കത്തെ മുശ്രിക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ വിളിച്ചല്ലോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമതാണ്. അള്ള മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമി സമതാണ്. അവിടെ ഇലാഹുകളൊക്കെ സമതാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ശിർക്കായത്. ഇതാണ് മണ്ണാർക്കാട് അടക്കമുള്ള ഒരു കാലഘട്ടത്തിൽ ഇവർ പ്രചരിപ്പിച്ചിരുന്ന വാദം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് അഖീദത്ത് സുന്ന എന്ന് പറയുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം പുസ്തകമാണ്. ഇതാണ് സാധാരണ സഖാഫിമാർ അവിടെ തൗറാത്തായി കൊണ്ട് നടക്കുന്ന കിതാബാണ്. ഇതിൽ സമദിയത്ത് സ്ഥാപിക്കാൻ വേണ്ടി അബു സഊദിന്റെ തഫ്സീറിൽ നിന്നൊരു ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. അഥവാ മക്കത്തെ മുശ്രിക്കീങ്ങൾ അതല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അള്ളാഹു സമദാണ് എന്ന് സൂറത്തുൽ ഇഖ്ലാസിന്റെ വിശദീകരണത്തിൽ മഹാനായ അബു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത വിശദീകരണം. എന്നിട്ട് ഇദ്ദേഹം സ്ഥാപിക്കുന്നത് സമദിയത്ത് സങ്കല്പിച്ചാലേ ശിർക്ക് വരികയുള്ളൂ, ഇനദാത്തുണ്ടെങ്കിലേ ശിർക്ക് വരികയുള്ളൂ. അതിന് ഇയാൾ കാണിച്ചൊരു കൃത്രിമം നിങ്ങൾ ആലോചിക്കണം. ഈ കൂട്ടിലും കാണിക്കാൻ ശരിക്കും ശ്രദ്ധിക്കണം. ഇസ്ലാമിൻ്റെ വിശ്വാസം ഖുർആനിൽ നിന്നും ഹദീസും തെറ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വാസം തെറ്റാണെങ്കിൽ പിന്നെ ഓനെ സ്വന്തം ഇമാമിങ്ങളുടെ കിതാബിലും അതുപോലെ തന്നെ സലഫുകളുടെ കിതാബിലും ഒക്കെ തിരിമറിയേണ്ടി വരും. ഈ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ അഖീദത്ത് സുന്ന എന്ന് പറയുന്ന കിതാബിൽ അബു സഊദ് എന്ന് പറയുന്ന മുഫസ്സിറിൻ്റെ കിതാബിൽ നിന്ന് കൊടുക്കുമ്പോൾ മക്കത്തെ മുശ്രിക്കീങ്ങളായ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ സമദിയത്ത് അംഗീകരിച്ചവരായിരുന്നു എന്ന് പറയുന്ന ഭാഗം കട്ടിട്ട് അപ്പുറം ഇപ്പുറം അദ്ദേഹം കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇദ്ദേഹത്തിൻ്റെ അഥവാ അള്ളാഹു സമദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസിൻ്റെ തഫ്സീറിൽ മഹാനായ അബു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയാൻ എന്താ പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. നബിയെ നിങ്ങൾ പറയണം അള്ളാഹു അഹദാണ്, അള്ളാഹു സമദാണ്. ഇവിടെ അള്ളാഹു അഹദ് എന്നുള്ളത് അലിഫ് ലാം ഇല്ലാതെയാണ്, അഥവാ നെക്കിറയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അസ്സമദ് എന്നുള്ളത് അള്ളാഹു അലിഫ് ലാമോട് കൂടിയാണ് പറഞ്ഞത്. ഇതെന്തിനാണ്? അദ്ദേഹം പറയും അള്ളാഹു അസ്സമദ് എന്നുള്ള പറഞ്ഞത് ആ മക്കത്തെ മുശ്രിക്കുകളായ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ സമദിയത്ത് മനസ്സിലാക്കിയവരായിരുന്നു. ഈ ഭാഗം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ കിതാബിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കി. എന്തിന്? സമദിയത്തുണ്ടെങ്കിലേ ശിർക്ക് വരികയുള്ളൂ എന്ന വിശ്വാസം. പക്ഷെ ഇപ്പൊ പറഞ്ഞെന്താണ്? സമദിയത്തില്ലാതെയും ശിർക്ക് വരാം. കാരണം മുദബ്ബിറുൽ ആലം ശിർക്കാക്കണമെങ്കിൽ സമദിയത്വവാദം പൊളിഞ്ഞു. മാത്രമല്ല സമദിയത്വവാദം ഇസ്ലാമികമല്ലല്ലോ. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ അല്ലാഹു ആണെന്ന് പറയും. മാത്രമല്ല മക്കത്തെ മുശ്രിക്കിന്റെ തൽബിയത്ത് എന്താ? ഇത് ഹദീസിൽ കാണാം. കാൽ മുശ്രികൂന യഖൂലുൻ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞു ലബ്ബൈക ലാ ശരീക ലക. നബി അവിടെ പറഞ്ഞു അവിടെ നിർത്തിക്കോളി, അപ്പുറം പറയണ്ട. പത്ത മുശ്രിക്ക് എന്താ പറഞ്ഞത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക് ഹുവ മാ മലക്. ഒരു ശരീക്കുണ്ട്, ആ ശരീക്ക് നീ കൊടുത്ത കഴിവ് തന്നെയുള്ളൂ, അഥവാ നീ ഉടമപ്പെടുത്തിയത് തന്നെയാണ് ആ ശരീക്കിനെ, അഥവാ ശരീക്കിന് സമദിയത്തില്ല. അപ്പം സമദിയത്ത് സങ്കല്പിച്ചെങ്കിലേ ശിർക്ക് വരികയുള്ളൂ എന്ന് സമസ്തയുടെ വാദം
പുത്തൻവാദമാണ്. അതിപ്പോൾ മെല്ലെ 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 തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇൻഷാല്ലാഹ് വിശദീകരിക്കപ്പെടും. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം തഖ്ലീദ് അഥവാ അന്ധമായ അനുകരണം. അന്ധമായ അനുകരണം നമുക്ക് പണ്ഡിതന്മാരെ അനുകരിക്കാതെ നിർവാഹമല്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ പറഞ്ഞ വെച്ചാൽ എല്ലാത്തിനും ആയത്തോതി തഖ്ലീദിൻ്റെ ആ പിന്നെ തഖ്ലീദിൽ നിന്നൊക്കെ പോയി എല്ലാത്തിനും ആയത്തോതുന്ന അവസ്ഥ ഉണ്ട്. ഇൻഷാല്ലാഹ് ഇവിടെ വിശദീകരിക്കണം. ഞാൻ വേഗം അവസാനിപ്പിക്കാം. പിന്നെ ഇവിടെ സമസ്തയിൽപ്പെട്ട ആളുകൾ വിശ്വാസത്തെ ശിർക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ശിർക്കാണ്, സഹോദര ചെയ്യല്. അപ്പം അന്ന് അവർ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നീട് ശിർക്ക് വരൂല. മാ ഖാഫു അലൈക്കും അൻ തുശ്രികൂ, നിങ്ങളിൽ ശിർക്ക് വരുന്നത് ഞാൻ പേടിക്കുന്നില്ല എന്ന ഹദീസ് എടുത്തിട്ട് കണ്ടോ, നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കാൻ വരണ്ട, അതുകൊണ്ട് ഞങ്ങളിൽ ശിർക്ക് സംഭവിക്കൂലെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരിൽ ശിർക്ക് സംഭവിക്കൂലെന്ന് റസൂൽ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമസ്തക്കാർക്കുള്ളിൽ ശിർക്ക് സംഭവിക്കൂല. അത് നമ്മൾ കൊടുത്ത മറുപടി എന്താണ്? അവിടെ റസൂൽ പറഞ്ഞൊരു ഉദ്ദേശം എന്താണ്? മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ ശിർക്ക് പോകൂല, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ശിർക്കിലേക്ക് പോകൂല. ഈ രണ്ട് വിശദീകരണം. അതല്ലാതെ മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കും, അത് മണ്ട ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇപ്പം നിങ്ങളും അംഗീകരിക്കുന്നു. ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപിക്കുന്ന അവസ്ഥയുണ്ടായി. എന്താണ് ഇബ്നു ഹജർ പറഞ്ഞത്? ഐ അലാ മജ്മൂഇക്കും, നിങ്ങൾ മൊത്തത്തിൽ മുശ്രിക് ശിർക്കായി പോകൂല. ലിഅന്ന ദാലിക വഖദ് വഖഅ മിൻ ബഅദിൽ മുസ്ലിമീങ്ങളിൽ ചിലർ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇബ്നു ഹജർ അസ്ഖലാനി അന്ന് എഴുതിയതാണ്. ഇത് മുജാഹിദീങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ പരീക്ഷിച്ചവർ, മുജാഹിദീകൾ മുസ്ലിമീങ്ങൾ മുശ്രിക്കാക്കാന്ന് പറഞ്ഞവർ ഇപ്പൊ പറയുന്നു വേറെ ചില ആളുകൾ കുരുവട്ടൂരികളും മറ്റുള്ളവരൊക്കെ ശിർക്കിലാണ് എന്ന് ഇവരങ്ങോട്ട് പറയുന്നു, ഇവർ ശിർക്കിലാണെന്ന് ഇവർ ഇങ്ങോട്ടും പറയുന്ന അവസ്ഥയുണ്ടായി. അതേപോലെ തന്നെ സഹോദരന്മാരെ, മാലകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ പല മാലകളും ഇവർ ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. മാല ഇവർ എത്രത്തോളം പ്രാമാണികമായി കാണുന്നറിയാൻ ഒരൊറ്റ സംസാരം മാത്രം നിങ്ങൾ കേൾപ്പിക്കണം വേഗം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം. അപ്പം എത്ര സുന്ദരമായ കാലമാണ് മാലയുടെ കാലം, മൗലിദിൻ്റെ കാലം. ഇതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇത്തരം പരിപാടികൾ കേട്ട് ആളുകൾ മാലയും മൗലിദൊക്കെ ഒഴിവാക്കി അള്ളാഹിൻ്റെ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങി വന്നു. ഇപ്പം മാലയിലുള്ള പല കാര്യങ്ങളും അവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ വന്നു. കൊട്ട തട്ടിയ കഥ അത് പിന്നെ വല്ലപ്പുഴയിൽ വെച്ചുകൊണ്ട് തട്ടി. മാത്രവുമല്ല ഇപ്പം വേറെയും പല സംഗതികളും. കാരണം ഇപ്പോൾ മുദബ്ബിറുൽ ആലം ഖുതുബുൽ ആലം എന്നൊക്കെ വിഷയം വന്നപ്പോൾ മാലയിലുണ്ട് ഈ മുദബ്ബിറുൽ ആലമും ഖുതുബുൽ ആലമൊക്കെ മൊയ്ദി ശേഖിനെ സംബന്ധിച്ചും റിഫായി ശേഖിനെ സംബന്ധിച്ച് വന്നപ്പോൾ മാലയിലുള്ള കാര്യം പ്രതിസന്ധിയിലായി. അത് വിശദീകരിക്കപ്പെടും. അതോടൊപ്പം തന്നെ മുദബ്ബിറുൽ ആലം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകം നിയന്ത്രിക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളിലുള്ള പഠിപ്പിച്ചതാണ്. മാത്രവുമല്ല മക്കത്തെ മുശ്രിക്കുകളായ ആളുകൾക്ക് വരെ തർക്കമില്ലാത്ത കാര്യമല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആരാണ് ലോകം നിയന്ത്രിക്കുന്നവനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവരോട് ചോദിച്ചില്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി, ആകാശങ്ങളിലും ഭൂമികളിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ പടച്ചോനാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചത് അർ-റബ്ബ് എന്ന് പറഞ്ഞാൽ ഖാലിഖുൽ മാലിക്കുൽ മുദബ്ബിറുൽ ആലം പടച്ചോനാണ്. പക്ഷെ സമസ്തക്കാരിപ്പോൾ ചില ആളുകൾ പറഞ്ഞു മുദബ്ബിറുൽ ആലം അള്ളാഹു അല്ലാത്തവരുണ്ടാകാം, പ്ലേറ്റൊക്കെ അല്ലാത്തവർ നിയന്ത്രിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഉലമാ സമ്മേളനം നടത്തി. അങ്ങനൊന്നും പറയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് മുജാഹിദുകളുടെ ദഅവത്തിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഇത് പറഞ്ഞു മുദബ്ബിറുൽ ആലം പോയി എവിടെത്തെയും ചോദിച്ചാൽ ഞാൻ തന്നെയാണ് പടച്ചോൻ എന്ന് വരെ, അനല്ലാ എന്ന് വരെ ആര് പറഞ്ഞു എന്നാണ്? CM മടവൂര് പറഞ്ഞു എന്നാ. കേട്ടോളി. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ.
ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ശൈഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്. ശൈഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ശൈഖുന. ശരിക്കും ശ്രദ്ധിച്ചോളി. ഇതിനൊക്കെയാണ് മുജാഹിദീങ്ങൾ പരിപാടി വെക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അനല്ലാ എന്ന് CM മടവൂര് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, കൂട്ടിലങ്ങാടിലെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ ചിന്തിക്ക്. ഒരാൾ അനല്ലാ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മൂന്നാലൊന്നാണ് ഉണ്ടാകുക. മൂന്നിലൊരു കാര്യം നിർബന്ധമാണ്. അയാൾ ആ പറഞ്ഞത് മനഃപൂർവമാണെങ്കിൽ, ഞാൻ പടച്ചോനാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അയാൾ പറഞ്ഞതാണെങ്കിൽ അയാൾ കാഫിറാണ്, ഇസ്ലാം എന്ന് പുറത്താണ്. കാരണം എന്താ? ഇത് ആരെ വാദമാണ്? അനല്ലാ എന്ന് പിന്നെ അത് ഫിർഔൻ പറഞ്ഞതല്ലേ, അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് റബ്ബ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഹല്ലാജ്, അനല്ലാ എന്ന് ഹല്ലാജ് വാദിച്ചിട്ടുണ്ട്. അയാൾ ഇസ്ലാമിക ഭരണാധികാരികൾ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ മനഃപൂർവ്വമാണ് അനല്ലാ എന്ന് പറഞ്ഞതെങ്കിൽ അയാൾ ഇസ്ലാം എന്ന് പുറത്താണ്. ഇനി രണ്ടാമത് അയാൾ അനല്ലാ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണോ, അയാൾ ഹുക്കും വേറെയാണ്. അപ്പോൾ വിവരമില്ലായ്മ. അപ്പോൾ ഇവിടുത്തെ വിവരമില്ലാത്ത പറയാൻ പറ്റൂല. കാരണം വിവരമില്ലായ്മല്ല. അയാൾ പറഞ്ഞല്ലോ, പണ്ഡിതന്മാരോടാ പറഞ്ഞ് ഓ ഹിക്കായത്തും മിനല്ലാഹ്, ആലിമീങ്ങളോടാണ് മറുപടി ചെയ്യുന്ന. അപ്പോൾ അതും പറയാൻ പറ്റൂല. ഇനി മൂന്നാമത്തത്, ഒരാൾക്ക് അയാൾ മനഃപൂർവ്വം പറഞ്ഞതുമല്ല അല്ലെങ്കിൽ തെറ്റി പറഞ്ഞതുമല്ല, പിന്നെ അയാൾക്കുള്ളത് എന്താ വെച്ചാൽ ബുദ്ധിയില്ല, അയാൾക്ക് തലക്ക് സുഖമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വസിക്കലാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യൻ അയാൾ ഒരിക്കലും ഞാനാണ് പടച്ചോൻ എന്നുള്ള അറിഞ്ഞുകൊണ്ട് പറയില്ല, ഇനി വിവരക്കേട് കൊണ്ടും പറയില്ല എന്നാണ് ഒരു മുഅ്മിനായ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഈ മുദബ്ബിറുൽ ആലമിൻ്റെ ചർച്ച പോയി അനല്ലാ എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക. ഇതൊന്നും വിമർശിക്കണ്ട എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ആയിക്കോട്ടെ പറഞ്ഞോട്ടെ എന്ന് പറയണോ? ഇതൊക്കെ എതിർക്കേണ്ട ബാധ്യത നമുക്കില്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് ഈ മുദബ്ബിറുൽ ആലം വിശ്വാസം തെറ്റാണെന്ന്, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അത് സമസ്തയെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മുസ്തഫ അത് വിശദീകരിക്കും. 10ാമത്തെ കാര്യം എന്താ വെച്ചാൽ, സമസ്ത ഈ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്ത കഴിവാണ്. അമ്പിയാക്കന്മാർക്ക് കഴിവ് കൊടുത്തിട്ടില്ലേ എന്നാ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ലേ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് തെളിവാണെന്ന് അപ്പം പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, ഇടവണ്ണ മുഖാമുഖത്തിൽ വെച്ച് ഒരു സലഫിയായ പ്രവർത്തകൻ ഒരു മുസ്ലിയാരോട് ചോദിക്കാൻ, മൊയ്‌ദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അബോധികമായ കഴിവ് കൊടുത്തു എന്നുള്ള വല്ല തെളിവുണ്ടോ? അവയാൾ മുസ്ലിയാർ തിരിച്ചു ചോദ്യം തരും. കേട്ടോളി. അപ്പൊ നിങ്ങൾ ആ ചോദ്യത്തെ എല്ലാം ഈ രൂപത്തിൽ നമ്മൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇങ്ങനെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അഭൗതികമായ ഒരു കാര്യം അള്ളാഹുവിന് നമുക്ക് ചെയ്തു തരാൻ പറ്റൂലേ? ഏത് ആവട്ടെ, ഞങ്ങളോട് തിരിച്ചു വയ്ക്കണം. എന്താ നിങ്ങളെ മറുപടി? പറഞ്ഞാണ്. ഞാൻ എനിക്ക് മറുപടി ഇല്ല. കാരണം മറുപടി ഒറ്റ വാക്കേന് മറുപടി. ആ മറുപടി പറഞ്ഞാൽ നീ മുജാഹിദ് പ്രസ്ഥാനം ഇടവണ്ണ എന്നല്ല, ലോകത്തിലെ മുഴുവൻ ഭാഗത്തും പിരിച്ചുവിടേണ്ടി വരും. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചുവിടേണ്ട മറുപടി? എന്താണ്? അഭൗതികമായ കാര്യം മൊയ്‌ദീൻ ശൈഖിലൂടെ അള്ളാഹു ചെയ്യൂല എന്നുള്ളതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ? ഞാൻ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കഴിവ് സൃഷ്ടികൾക്ക് കൊടുക്കൂല എന്ന് നിങ്ങൾക്ക് എന്താണ് തെളിവ്? ഞാൻ ചോദിക്കുന്നു, ഇയാൾ എങ്ങനെയാണ് പിന്നെ ഇസ്ലാം പറയാ? അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരു ഖാദിയാനി വന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ്, മിർസ നബിയാണ്, ശരി, മിർസ ഗുലാമിനെ അള്ളാഹു നബിയാക്കാൻ കഴിയൂല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനല്ലേ? മിർസയെ നബിയാക്കാൻ അള്ളാഹ്ക്ക് കഴിവില്ലേ? ഉണ്ടോ അല്ലേ? സമസ്തക്കാർ പറയണം, ഉണ്ടോ അല്ലേ? എങ്കിൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയല്ല എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കണം. ഈ ഒരു ഖാദിയാനി നിങ്ങളോട് തിരിച്ചു ചോദിക്കാൻ, സമസ്തക്കാരോട് ഈ മുസ്ലിയാരോട് തിരിച്ചു ചോദിക്കാണ്, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ നബിയാക്കാൻ പഠിച്ചവന് കഴിവുണ്ടോ അല്ലേ? ഇപ്പം പറയണം. എന്തെങ്കിലും മറുപടി പറയാം. ഇനി കേട്ടോളൂ. ഇനി മാത്രമല്ല, ഇപ്പം ഇയാൾ പറഞ്ഞത് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് കഴിവും അള്ളാഹിൻ്റെ കഴിവുകൾ അള്ളാഹു അല്ലാത്ത പിന്നെ സൃഷ്ടികൾക്ക് കൊടുത്തു.
എന്ന് പറയുന്നുണ്ടോ? ഞാൻ ചോദിക്കണു, ഇയാൾ ഇത് കോട്ട് സക്കാഫിയാണ് ഇയാളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇവിടെ വെച്ചുകൊണ്ട് ഈ കൂട്ടിലങ്ങാടി ഞങ്ങൾ വിനയത്തോട് പറയുകയാണ്, നിങ്ങൾ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൻ്റെ മുകളിലൊന്ന് കയറണം. കയറിക്കോളി. കയറിയിട്ട് താഴ്ത്തിക്കൊണ്ട് ചാടണം. ആ ചാടുന്നതിനിടയിൽ ഈ കോട്ട് സക്കാഫിക്ക് പറക്കാൻ കഴിവ് കൊടുക്കൂല. നിങ്ങൾക്ക് വാദമുണ്ടോ? ഏയ് വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീറല്ലേ? നിങ്ങളൊന്ന് ചാടി ഞങ്ങളൊന്ന് കാണട്ടെ. മർക്കസ് കോംപ്ലക്സിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ ഈ കോട്ട് സക്കാഫിക്ക് പറക്കാനുള്ള കഴിവ് അല്ലാഹ് കൊടുക്കൂല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീറല്ലേ? നിങ്ങളൊന്ന് ചാടി കാണട്ടെ ഞങ്ങൾ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇയാളെങ്ങനെ ഖുതുബ നടത്തുക? മിമ്പർമ നിൽക്കണ ഈ സഖാഫിനെ പെണ്ണാക്കാൻ കഴിയൂല എന്ന് അള്ളാഹ്ക്ക് കഴിയൂല നീക്കവാദമുണ്ടോ? ഇങ്ങനെ തുടങ്ങിയാൽ ഇസ്ലാമിൻ്റെ അലകും പിടികുണ്ടാവുക സഹോദരന്മാരെ. അതുകൊണ്ടാണ് സലഫികൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹ് ആർക്കും കൊടുക്കൂല. വലം യകുല്ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ശൈഉൻ. ഇപ്പം അവിടേക്ക് നിങ്ങൾ എത്തൽ തുടങ്ങി. അൽഹംദുലില്ലാഹ്. ഈ വാദം ഞാൻ പറയും, ഇതൊക്കെ നിങ്ങൾ മറുപടി അറിയണം. നിങ്ങൾ ആലോചിക്കുക, എന്തൊരു പൊട്ടത്തരാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവർത്തനത്തിന് ചില കാര്യങ്ങൾ, ചില വ്യവസ്ഥകൾ ദുനിയാവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലംഘിക്കൂല. അതിനർത്ഥം അള്ളാഹ്ക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. ചില ആളുകൾ, യുക്തിവാദികൾ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ചോദിക്കലുണ്ട്. അതുപോലത്തെ ഒരു പൊട്ടത്തരല്ലത്. ഇങ്ങോട്ട് ഈ ഉത്തരം കിട്ടിയാൽ വഹാബി പ്രസ്ഥാനം കേരളത്തിൽ പൂട്ടിപ്പോണ്ടി വരുന്നു. അങ്ങനെ പൂട്ടിപ്പോയി. ഇത് അള്ളാഹിൻ്റെ ദീനാണ്. നിങ്ങൾ ഇസ്ലാം എന്നാണ് പുറത്തു പോകുന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ കഴിവ് അള്ളാഹിൻ്റെ പടപ്പുകൾക്ക് കൊടുക്കൂല. നിങ്ങൾക്ക് വാദമുണ്ടോ? കൊടുത്തു എന്നുള്ള തെളിവ് ധരിക്കൂ. അതാണ് ഇപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾ എത്തിയിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ഇതിപ്പോൾ മെല്ലെ 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 പൊളിയാൻ തുടങ്ങി. അതിനെ സംബന്ധിച്ച് വിശദമായി ഇൻഷാ അല്ലാഹ് മുസസ്സലായി ഇവിടെ വിശദീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.